വെൽക്കം ബാക്ക് ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് അവർ ചാനൽ കപ്പിൾസ് ഗാലറി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഡാം കാണാൻ വേണ്ടി പോവാണ്. ഏതാണ് ആ ഡാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാ? ചിമ്മിനി ഡാം. യെസ്, ചിമ്മിനി ഡാം. അപ്പോൾ നമ്മൾ ഇനിയൊരു 9 കിലോമീറ്റേഴ്സ് ഉള്ളോട്ടോ അവിടേക്ക് എത്താനായിട്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ വെറുതെ ബോറടിച്ചിരുന്നപ്പോൾ പെട്ടെന്ന് തീരുമാനിച്ചതാണ് ഇങ്ങനൊരു, അതായത് മുമ്പ് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാഹുൽ ഓക്കെ എന്ന് പറഞ്ഞു. സോ അപ്പോൾ നമ്മൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ പോയിട്ട് കാണാം അല്ലേ? സോ ലെറ്റ്സ് സീ ഗൈസ്. അറിയില്ല, ആനേനെ കാണാണെങ്കിൽ കണ്ട് ഹായ് പറഞ്ഞു. ഗൈസ്, അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണിത്. അപ്പം ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു ഫോട്ടോഷൂട്ടിനൊക്കെ നല്ല ആപ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. പിന്നെ ഇവിടെ ആകെയുള്ളൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ആനകളൊക്കെ ക്രൂസ് ചെയ്യണ ഒരു ഏരിയ ആണിത്. സോ അപ്പോൾ കെയർഫുള്ളായിട്ട് ഡ്രൈവ് ചെയ്യുക ഗായ്സ്. അപ്പോൾ നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ ഈ ആനകളെ കണ്ടത്. ഐ തിങ്ക് അവിടെ ഒരു 3 ആനയുണ്ട്. അപ്പോൾ നമ്മൾ ലോങ് ഡിസ്റ്റൻസിൽ നിന്നാണ് അതൊരു സൂം ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ക്ലാരിറ്റി ഭയങ്കര കുറവായിരിക്കും. സോ പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണതാണ്. ഈ നിറച്ച് പശുക്കളാണ്. ഈ 2 കാടിന് ചുറ്റും നിറച്ച് പശുക്കളാണ്. കുറേ പശുക്കളുണ്ട് ഇവിടെ. പിന്നെ അല്ല, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ട്രാവലിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ അരുവിയാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണേ. ഇവിടെ കുളിക്കേണ്ടവർക്ക് കുളിക്കാം, നല്ല രസമാണ്. നമുക്ക് കാല് കഴുകണമെങ്കിൽ കാല് കഴുകാം. ഇവിടെ ആനിമൽസിനൊക്കെ വെള്ളം കുടിക്കാനായിട്ട് ഇവിടെ വരാറുണ്ട് അങ്ങനെ. അപ്പോൾ നമുക്കൊന്ന് ചില്ല് ചെയ്യാൻ പറ്റിയ ചെറിയൊരു സ്പോട്ടും കൂടിയാണത്. ഇനി നമ്മൾ അകത്തേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ വണ്ടി സ്റ്റോപ്പ് ചെയ്തു. നമ്മൾ ടിക്കറ്റ്സ് ഒക്കെ എടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ നമ്പർ അവിടെ കൊടുക്കണം. ഏത് വണ്ടിയാണ്, അതായത് കാറാണോ ബൈക്കാണോ, ആ വെഹിക്കിൾ നമ്പർ അവിടെ നമ്മൾ നോട്ട് ചെയ്യണം. പിന്നെ ഞങ്ങളുടെ നിന്ന് ഇപ്പോൾ ചാർജ് അവർ എടുത്തത് 70 റുപ്പീസാണ്. നമ്മൾ ക്യാമറ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വേറെ എക്സ്ട്രാ ക്യാഷ് നമ്മൾ കൊടുക്കണം കേട്ടോ. അപ്പോൾ അടിപൊളിയാണ് ട്രാവലിങ്. 2 സൈഡും കാട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളിങ്ങനെ പേടിച്ച് പോവുകയാണ്. സോ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്, ഭയങ്കര ത്രില്ലിംഗ് ആണ്. ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാം. അടിപൊളിയാണ്. പിന്നെ എല്ലാവരും വരാം. ഗായ്സ്, അപ്പോൾ ഇത് ഡാമിൻ്റെ ഒരു പോർഷനാണ് കേട്ടോ. അതായത് ഇവിടെ കൊട്ടവഞ്ചിയിൽ നമ്മൾക്ക് കയറണമെങ്കിൽ ഒരാളുടെ കയ്യിൽ നിന്ന് അവർ 100 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത്. ഞങ്ങൾ കയറിയില്ല, ബിക്കോസ് വി ഡോണ്ട് ഹാവ് ടൈം ചെയ്യുക. പിന്നെ നമുക്ക് ഈ ഡാം ഫുള്ള് കവർ ചെയ്യണമല്ലോ. പിന്നെയല്ല, നൈറ്റ് ഒരുപാട് ഇരുട്ടിക്കഴിഞ്ഞാൽ പോകുമ്പോൾ ആനിമൽസിൻ്റെ ആ ഒരു ശല്യം അതൊക്കെ കണക്ക് വെച്ചിട്ടാണ് നമ്മളത് കയറാണ്ടിരുന്നത്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഇത് എക്സ്പീരിയൻസ് ചെയ്യുക. അടിപൊളിയാണ്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് ഡാമൊക്കെ കൊണ്ട് കാണിച്ച് ഇപ്പോൾ ഞങ്ങൾ ഡാമിൻ്റെ മുകളിൽ കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷട്ടർ കാണാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം, ഒരു മിനിറ്റ്. താണ്ടേ പോകുന്നു. വയ്യണ്ടേ വാവേ? അപ്പോൾ ഞങ്ങളിപ്പോൾ ചെറിയൊരു മഴയൊക്കെ ഉണ്ട്, ചെറിയ വെയിലും ചെറിയ മഴയും എല്ലാം കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ വിശാലമായിട്ട് നടക്കല്ലേ. അതെ, ഇവിടെ ആരുമില്ല, അധികം ആൾക്കാരൊന്നും ഇല്ല. കുറച്ച് നമ്മൾ ആനേനെ കണ്ടു. ഗൈസ്, അപ്പോൾ നമ്മൾ കുറേ നടന്ന് ഇവിടെ എത്തിയപ്പോൾ അങ്ങോട്ട് കടക്കാൻ പറ്റില്ല കേട്ടോ. ബിക്കോസ് ഷട്ടറൊക്കെ ക്ലോസ് ചെയ്തേക്കാണ്. പ്രവേശനം നിരോധിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ എഴുതി വെച്ചേക്കണേ. സോ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഷട്ടറിന് താഴേക്ക് പോകും. അപ്പൊ ഇനി നമുക്ക് താഴെ പോയിട്ട് ഷട്ടർ കാണാം, അല്ലാതെ വേറെ വഴിയില്ല. ഇവിടെ ക്ലോസ് ചെയ്തേക്കാണ്.
ഇനിയിപ്പോൾ നമ്മളിവിടെ ഈ കാണുന്ന സ്റ്റെപ്പിൽ കൂടി നമ്മൾ താഴേക്ക് പോവാണ്. പൊന്നാപ്പിയുണ്ട്, വേഗം ഇറങ്ങ്, ആൾക്ക് ക്ഷീണാണ്. അപ്പോൾ ഞാൻ പൊന്നാപ്പിനെ കൊണ്ട് വന്ന് ഇപ്പോൾ ഷട്ടറിൻ്റെ അടുത്ത് എത്തിക്കുകയാണ്. ഞാൻ ഷട്ടറിന് പൊന്നാപ്പിനെയും കാണിച്ചു തരാം. ഓക്കെ, യെസ്. പൊന്നാപ്പി, നല്ല വെയിലുണ്ടല്ലേ? ആ, ഓക്കെ. അത്യാവശ്യം വെള്ളം ഉണ്ടല്ലേ വാവേ താഴത്ത്? തിരിച്ചു പോകുമ്പോൾ ആനകളൊക്കെ ഒന്നുകൂടി കാണാൻ പറ്റുമോ നോക്കണം അല്ലേ? വേറെ അവിടെ സ്റ്റെപ്പ് ഉണ്ട്, അവിടെ സ്റ്റെപ്പ് ഉണ്ട് വാവേ, അതേ മുകളിലേക്ക്. അതുമൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ പിന്നെയും ഇങ്ങോട്ട് വരണം നമുക്ക്. ഗൈസ്, അപ്പോൾ ഈ ഡാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദിസ് ഈസ് ദ ലാർജസ്റ്റ് ഡാം ഇൻ തൃശ്ശൂർ. പിന്നെ ഈ ഡാം പാലപ്പിള്ളി ഗ്രാമപഞ്ചായത്തിലാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഈ ഡാമിൻ്റെ വർക്ക്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തത് 1996-ലാണ്. പിന്നെ ഇവിടെ ആകെയുള്ളൊരു പ്രോബ്ലം എന്ന് പറയുന്നത് റേഞ്ചിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. റേഞ്ച് ഇഷ്യൂ നല്ലോണം ഉണ്ട്. ഗായ്സ്, ആനേനെ കാണിച്ചു തരാട്ടോ. ദേ ആന വിചാരിച്ചോളാം പോകുമ്പോ വിചാരിച്ചതാ. ആനേനെ കണ്ടേക്കാണ് അങ്ങനെ കാട്ടില്. ഇതാ മറ്റേ കുട്ടിയുണ്ട് പൊന്നെ അതിന്റെ ഒപ്പം. ഒരാന കൂട്ടം, എ ഗ്രൂപ്പ് ഓഫ് എലിഫന്റ്സ്. മരം കുലിക്കണ് കണ്ട പിടിയാന. ഏതോ ഒരു ആന, എന്തായാലും വലിയ ആന, കാട്ടിലത്തെ വലുതാ. കാണാൻ ഭാഗ്യം കിട്ടിയിട്ടാ. അതന്നെ. ബാക്കില് വണ്ടിണ്ട്. എന്റെ ഈശ്വര, കാലത്ത് കാണിച്ചു കൊടുക്കാൻ തന്നെ ചെറിയ വിഷമം ഉണ്ടായിരുന്നു. ഇപ്പൊ കാണിച്ചു കൊടുത്ത സന്തോഷം. ഇത് പിടിക്കോ? ഹെൽമെറ്റ് തലയിൽ വെക്കോ? ഓ, 2 കുട്ടികളും ഉണ്ട്. പൊക്കോ. ഇന്നില്ലല്ലോ, അവിടെ നിന്ന് വരുന്നില്ലല്ലോ. ഈ വണ്ടി പോയിട്ട് എടുക്കാൻ തന്നെ. അയ്യോ, നിർത്ത് നോക്കട്ടെ. ഗായ്സ്, അപ്പോൾ നമ്മൾ ഒരു ഗ്രൂപ്പ് ഓഫ് എലിഫന്റ്സിനെ ഇപ്പോൾ കണ്ടില്ലേ? കണ്ടു കഴിഞ്ഞു. ഇനി പോണോടത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചു തരാം കേട്ടാ. സോ അപ്പോൾ എന്തായാലും ലെറ്റ്സ് സീ ഗായ്സ്. എന്തായാലും നമ്മൾ കണ്ടൂലേ ഏട്ടാ, അല്ലേ? സോ ഐ വാസ് വെരി ഹാപ്പി. കാണുന്ന നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. രാവിലെ നമ്മൾ പോകുമ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് കണ്ടത് കേട്ടാ. കണ്ടില്ലേ? ഈ ഒരു ഭാഗത്ത് വെച്ചാണ് നമ്മൾ പോകുമ്പോൾ കണ്ടത്. അപ്പോൾ നമുക്ക് അധികം കാണിക്കാൻ പറ്റിയില്ല. പിന്നെ ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇനി എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഐ വിൽ അപ്ഡേറ്റ് യു ഗൈസ്. സോ ലെറ്റ്സ് സീ ഗൈസ്. അപ്പോൾ നമ്മൾ എഗൈൻ പോവാണ് കേട്ടോ. കാരണം എനിക്ക് ഒരു വട്ടം കണ്ടിട്ട് മതിയായില്ല. സോ അപ്പോൾ രാവിലെ പറഞ്ഞു ഒരു വട്ടം കൂടി എന്താ കാണാൻ ആണ്. എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഒന്ന് ഓടുന്നു. എന്നാലും നമ്മൾ പോവാണ്. ഞാനിത് കാണാനായിട്ടല്ലേ കാണുന്നത്. സോ അതന്നെ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. സോ അപ്പോൾ എന്തായാലും അത് കാണിച്ചു തരാം കേട്ടോ. എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി, ആനയുടെ കുട്ടി നമ്മളെ കണ്ടടുത്തേക്ക് വരികയാണെങ്കിൽ അതിനോടൊപ്പം ആന വരുന്നതാണ് പറഞ്ഞ ചേട്ടന്മാർ. അതങ്ങനെ
നമുക്ക് അവിടെ ഓപ്പോസിറ്റ് നിൽക്കാൻ പറ്റുന്ന കുറച്ചുകൂടി മൂവ് ചെയ്യട്ടോ കാർ നിൽക്കുന്നോടത്തേക്ക് പോവാം. എന്തായാലും ഇങ്ങോട്ട് വരില്ല. അറിയില്ല വരില്ലെന്നാണ് പറഞ്ഞത്. കണ്ടോ 5 ആനയുണ്ട്. ഞാൻ ആനനെ നോക്കിയിട്ട് ക്യാമറ ഷേക്ക് ആവുന്നുണ്ട്. സോ നല്ല രസമുണ്ട് കേട്ടോ. നിങ്ങൾ വരാത്തവർ വരണം. ഭയങ്കര ത്രില്ലിംഗ് ആണ് നമ്മളിവിടെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. 2 കുട്ടികളുണ്ട്. 2 കുട്ടികളാണ്. 2 കുട്ടികളാണ്. എന്തായാലും വന്നിട്ട് അച്ഛൻ ഇത് പോകണോക്കില്ലേ. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ ആനേനെ കണ്ടു. നിങ്ങളും കണ്ടില്ലേ? ഞങ്ങൾ കണ്ടു. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ചേട്ടാ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നീ ഹാപ്പി ആയിട്ടിരിക്കുന്നതല്ല പ്രശ്നം. ഞാനിനി പോണ വഴിക്ക് ആനയുടെ നോക്കുകയാണ്. കാലത്ത് വന്നപ്പോൾ നമ്മള് കാലത്തല്ല ചില സമയത്ത് വന്നപ്പോൾ കണ്ടപ്പോൾ കണ്ടത് ഇനി കാണോ എന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത്. ഇനി കണ്ടാലും ഇനി കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഞാനത് അഡ്ജസ്റ്റ് ചെയ്യും. ബിക്കോസ് ഇപ്പൊ നല്ല രീതിക്ക് കണ്ടു, അഗൈൻ കണ്ടു. സോ ഐ എം വെരി ഹാപ്പി. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ആനേനെ കാണണം എന്ന് വിചാരിച്ചിട്ട് പോകുന്നത്. അപ്പോൾ ആനേനെ കാണാൻ പറ്റി, പിന്നെയും കാണാൻ പറ്റി. വരാത്തവരുണ്ടെങ്കിൽ എന്തായാലും വരാട്ടോ. നല്ല രസമാണ്. നമ്മളെന്താ പറയുക, ഭയങ്കര ത്രില്ലായിട്ട് ട്രാവൽ ചെയ്ത് ഭയങ്കര ത്രില്ലിങ്ങാണ്. ട്രാവലിംഗ് അല്ലാണ്ട് ഭയങ്കര ത്രില്ലിങ്ങാണ്. പിന്നെന്താ, വരാത്തവർ വരിക, ആകാത്തവർക്ക് തന്നെ നല്ല രസമാണ്. ഈ ഒരു ടൈമൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നല്ല രസമാണ്. ബൈക്കിൽ തന്നെ വരണം കേട്ടോ, അത് വേറെ കാര്യം. കാറിൽ വരുന്നൊരു കാറിൽ വരാം. കാറിൽ വരുമ്പോൾ വേറൊരു ഫീലാണ്. ബൈക്കിൽ വരുമ്പോൾ ഇത്തിരി കൂടി രസമാണ്. പിന്നെന്താ, ഇപ്പൊ പറഞ്ഞു അവിടെ എവിടെയോ ആനയുണ്ടെന്ന്. സോ അപ്പൊ അതും കാണിച്ചു തരാട്ടാ. ഈശോ, ഇനി എവിടെയാണോ ആന? വീട്ടിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ സാരില്ല, നമുക്ക് ഇവിടെ കൂടാം. സോ ഇനി ആനനെ കാണിച്ചു തരാട്ടാ. എവിടെയാണോ അറിയില്ല. ഗൈസ്, അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ബൈക്കിൻ്റെ മുകളിൽ കയറി നിന്നിട്ടാണ് കേട്ടോ ഈ ഒരു വ്ളോഗ് ഞാൻ എടുക്കണേ. അതായത് ഈ ആനേനെ കാണാൻ വേണ്ടിയിട്ടാണ്. കാണാൻ എത്ര ക്ലാരിറ്റി ഉണ്ടെന്ന് ഐ ഡോണ്ട് നോ. ക്ലാരിറ്റി ഭയങ്കര കുറവാണ്. അപ്പോൾ ഇത് കൊമ്പുള്ള ആനകളാണ് കേട്ടോ. ഇത് 2 എണ്ണവും കൊമ്പുള്ള ആനകളാണ്. സോ ഒരെണ്ണം വെള്ളത്തിൽ കളിച്ചിട്ട് ഇപ്പോൾ പോവാണ്. ഞാൻ മാത്രം ഇങ്ങനെ മുകളിൽ കയറി നിന്നിട്ടാണ് എടുക്കണേ. ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് ആനേനെ നോക്കുന്നുണ്ട്. സോ ഐ എം ജസ്റ്റ് വ്ളോഗിങ്. ഗൈസ്, അപ്പോൾ വരാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും വരിക. ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റിയ വേറെ ലെവലാണ്. അപ്പോൾ എല്ലാവരും വരിക, അടിച്ച് പൊളിക്കുക. അത്യാവശ്യം ചില്ല് ചെയ്യാൻ പറ്റിയ ഒരു സ്മോൾ പിക്നിക് സ്പോട്ട് തന്നെയാണിത്. സോ ഐ ഹോപ്പ് യു ഗൈസ് ആർ എൻജോയ് ദിസ് സ്മോൾ ട്രിപ്പ് ആൻഡ് സീ യു ഓൾ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. സോ ബൈ ബൈ ഗൈസ്.